നിയമസഭാ തെരഞ്ഞെടുപ്പ് ആലോചനകളിലേക്ക് BJP കടന്നു. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം നേമം മണ്ഡലങ്ങളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ആർ ശ്രീലേഖയെ മത്സരിപ്പിക്കും എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, അപ്പോൾ BJP അത്തരം കാര്യങ്ങളിലേക്ക് കൂടി കടക്കുകയാണ് ചിന്തകൾ. ഇപ്പോൾ ആര് മേയറാകും എന്ന് തീരുമാനിക്കുക, അതിനപ്പുറത്തേക്ക് നിയമസഭയിൽ ആരെ മത്സരിപ്പിക്കണം, അത് ഏത് രീതിയിൽ അതിൻ്റെ ഒരു ഫോർമുലയൊക്കെ തയ്യാറാക്കണം, ആ ചർച്ചകളിലേക്ക് കൂടി BJP കടന്നിരിക്കുന്നു. സ്മിത, ചെറുതല്ലാത്തൊരു ആത്മവിശ്വാസമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് വിജയം അത് BJPക്ക് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു ചരിത്രത്തിൽ ആദ്യമായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, ഇതിനോടകം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ചർച്ചകൾ അതൊക്കെ അവിടെയും ഇവിടെയൊക്കെ നമ്മൾ കേട്ടതാണ്. എന്നാൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തിന് പിന്നാലെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കൂടുതൽ ചർച്ചകളിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുകയാണ് BJP എന്നുള്ളതാണ്. അതിൽ അവർ ഏറ്റവും പ്രധാനമായി അവരുടെ സ്റ്റാർ ക്ലാസ് മണ്ഡലമായി കാണുന്ന 4 മണ്ഡലങ്ങൾ, അത് വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം, കഴക്കൂട്ടം, ഈ 4 മണ്ഡലങ്ങളിലും ഈ കോർപ്പറേഷനിലെ അവരുടെ പ്രകടനം ചെറുതല്ലാത്ത ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാകും മത്സരിക്കുക എന്നുള്ള കാര്യം നേരത്തെ തന്നെ പുറത്തു വന്ന വിവരമാണ്. എന്നാൽ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ആളുകളെ, പ്രത്യേകിച്ച് ജനകീയ മുഖങ്ങളെ അടക്കം നിർത്താനാണ് നിലവിൽ ഇപ്പോൾ BJP ആലോചിക്കുന്നത്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിജയം അവർക്ക് നേടിക്കൊടുത്ത അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു ആർ ശ്രീലേഖയെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിപ്പിക്കാനുള്ള ആലോചന ഇപ്പോൾ പാർട്ടിയിൽ തീരുമാനമായിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ ഫെമിലിയർ ഫേസുകൾ, പ്രത്യേകിച്ച് ചില ടെക്നോക്രാറ്റുകളെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകൾ നടക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു ചൂണ്ടുപലക എന്ന രീതിയിൽ ചില സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്ന വിവരം. സ്മിത, ക്രിസ്tina. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.